പ്രശാന്തേ, സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികാഘോഷങ്ങൾ ഇന്നലെ പുട്ടപർത്തിയിൽ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ 99ാം ജന്മദിനമായിരുന്നു. 99ാം ജന്മദിനം 26ലാണ് ജനിച്ചത്. അപ്പോൾ ഇനി ഒരു കൊല്ലം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കാൻ പോവുകയാണ്. 2011 അദ്ദേഹം മരിച്ചത്. പുട്ടപർത്തി അപ്പോഴും അതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് മാഷേ. നമ്മൾ സാധാരണ ഇത്തരം മഹാത്മാക്കളുടെയൊക്കെ ഇതിൽ അവർ ശരീരം ഉപേക്ഷിച്ചു സമാധിയായി എന്നാണ് പറയുക. മരിച്ചു എന്ന് പറയാൻ പാടില്ല. മരിച്ചു എന്ന് അങ്ങനെ പറയാറില്ല, പറയാൻ പാടില്ല എന്നൊന്നുമില്ല, അവരങ്ങനെയൊന്നും വിലക്കിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരു സമാധി, ചട്ടമ്പി സ്വാമി സമാധി എന്നൊക്കെയാണല്ലോ പറയുന്നത്. മാഷിന് ഈ സൂഫികളെ അറിയാമല്ലോ, അവർ ശരീരം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആത്മാവ് ആ ശരീരത്തെ വെടിഞ്ഞു പോകുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യമൊക്കെ ചോദിച്ചാൽ, ലോജിക്കൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. അതെ അതെ, എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ള സന്യാസി വര്യന്മാർ അങ്ങനെയാണ്. ഇപ്പം മാർപ്പാപ്പയുടെ കാര്യത്തിലും നമ്മൾ കാലം ചെയ്തു എന്നൊക്കെയുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഒരിക്കലും നമ്മൾ അവർ മരിച്ചു എന്ന് പറയാറില്ല. അങ്ങനെ ഒരു ആദരവിന്റെ. എന്തായാലും സത്യസായി ബാബ സമാധിയായിട്ട് 13 കൊല്ലം കഴിഞ്ഞു, 2011. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും സത്യസായി ബാബയുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ ആരാധന അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളാണ്. അതുല്യമായ സേവന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നടന്നത് എന്താണെന്നറിയോ? ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കൃത്രിമ അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. ഞാൻ ആ വാർത്ത കണ്ടാണ്. കൃത്രിമ കൈയും കാലും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും നൂതനമായ ആ കൃത്രിമ അവയവങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. പുട്ടപർത്തിയിലേക്കാണ് ഏറ്റവും ഒടുവിൽ മനുഷ്യർ ഹൃദയ ശസ്ത്രക്രിയക്ക് ഓടിച്ചെല്ലുന്നത്. നിരാലംബരായ മനുഷ്യർ, നിർധനരായ മനുഷ്യർ, നയാ പൈസയുടെ ആനുകൂല്യം അവിടെ കൊടുക്കേണ്ടതില്ല. അങ്ങനെ വളരെ അതുല്യമായ തരത്തിലുള്ള നിസ്തുലമായ ജനസേവനത്തിൻ്റെ മാതൃകയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സത്യസായി ബാബ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അതിൻ്റെ അവിടുത്തെ ആചാരങ്ങൾ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, സത്യസായി ബാബയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പ്രശാന്ത് പ്രേക്ഷകരോട് പങ്കിടും. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഒരു വലിയ വിസ്മയത്തോടെ, അത്ഭുതത്തോടെ, ആരാധനയോടെ ഒക്കെ നോക്കിക്കാണുകയാണ്. ചെറുപ്പത്തിൽ, ഇത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇതെന്താണ്, ഇദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണോ, ഇങ്ങനെ ഭസ്മം ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്നു, ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ. പക്ഷെ പോകെ അദ്ദേഹത്തിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത്, ഇതിനെല്ലാം അപ്പുറത്ത് മാഷിപ്പോൾ പറഞ്ഞതുപോലെ സേവനം, അത് ഒറ്റ വാക്കി പറയാം, മാനവ സേവയാണ് മാധവ സേവ എന്ന് എനിക്ക് തോന്നുന്നു. ആധുനിക ഇന്ത്യൻ സമൂഹത്തെ പഠിപ്പിച്ച ഒരു മഹാത്മാവാണ് അദ്ദേഹം, ഒരു മഹാഗുരുവാണ് അദ്ദേഹം. അപ്പോൾ ലോകത്ത് ഗുരുക്കന്മാർ അസംഖ്യം, എല്ലാ മതങ്ങളിലും എല്ലാ ദേശത്തും ഒക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. നമ്മൾ പലരെയും നമ്മൾ അറിയാറില്ല. ചിലർ അവരുടെ ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി അങ്ങ് കടന്നു പോകും. കുറച്ച് മനുഷ്യരെ മാത്രം അവർ സ്വാധീനിക്കും. കുറച്ച് പേരെ അവർ എന്താ പറയുക, ഈ പറയുന്ന നന്മയിലേക്ക്, സത്യത്തിലേക്ക് ഒക്കെ നയിച്ചുകൊണ്ട് അവരൊരു ചെറിയ പ്രദേശത്ത് അവരുടെ ജീവിതം നയിച്ച് അവരങ്ങ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകും. പക്ഷേ സത്യസായി ബാബ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അങ്ങ് പടർന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു തവണ കാണാൻ ദർശനത്തിന് പോയിട്ടുണ്ട്. അതിവിടെ കൊടൈക്കനാലിലെ ആശ്രമത്തിൽ അദ്ദേഹം തണുപ്പ് കാലത്ത് വന്ന സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ, ഒരു തണുപ്പ് കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അവിടെ പോവുകയും ഞങ്ങൾ കുറച്ച് 3-4 പേര് ചേർന്ന് അവിടെ പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിപ്പോൾ മാഷിനെ കാണുന്നത് പോലെ തന്നെ എനിക്ക് തോന്നിയത്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പുട്ടവർത്തിയിലെയും ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലെയും ഉള്ള ആശുപത്രികൾ. അതായത് അവിടെ ഞാൻ തന്നെ പലരെയും, നിങ്ങളിതാ ഇന്നടത്ത് പോയാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കും എന്ന് പറഞ്ഞ് പലരെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർക്ക് മികച്ച ചികിത്സയും കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ ചെല്ലുന്ന അവസരത്തിൽ ചികിത്സ മുഴുവനും സൗജന്യമാണ്. അവർക്ക് അവിടെ ലഭിക്കുന്ന പരിചരണം സൗജന്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ കുറേ മാസങ്ങൾ കഴിക്കേണ്ട മരുന്ന് സൗജന്യമായിട്ട് അവിടുന്ന് കൊടുത്തുവിടും. തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് പോലും അവരവിടുന്ന് എടുത്തു കൊടുത്തുവിടും.
അവിടെ ഒരു തരത്തിലുള്ള ഡൊണേഷനും നമ്മൾ കൊടുക്കേണ്ട, ഒരു തരത്തിലുള്ള ഫീസും ഇല്ല. ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ആശുപത്രി. ഇതാണ് ഞാൻ അറിയുന്ന സായിബാബ ശരിയായ ധർമാശുപത്രി. ശരിയായ ധർമാശുപത്രിയാണ്. നമ്മുടെ പണ്ട് രാജഭരണകാലത്തൊക്കെ ധർമാശുപത്രി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ശരിയായ കോട്ടക്കൽ ആരോഗ്യശാലയിൽ ഇപ്പോഴും ഉണ്ട് ധർമാശുപത്രി. 5 പൈസയുടെ ചെലവില്ല. നമ്മുടെ സർക്കാർ ആശുപത്രികളെ പണ്ട് ഓമന പേരിട്ട് വിളിച്ചിരുന്നത് ധർമാശുപത്രി. ശരിയായ പേരാണത്. അതെ അതെ. പക്ഷേ ഈ മാനവ സേവ, മാധവ സേവ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈശ്വരനെ സേവിച്ച് അതിനുവേണ്ടി സമയം കളയുന്നതിനേക്കാൾ നല്ലത് മനുഷ്യനെ സേവിച്ച് അതിലൂടെ ഈശ്വരനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മാനവ സേവയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സേവയാണ് ഏറ്റവും വലിയ ആരാധന എന്നുകൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം ലോകത്തിന് വളരെ ലളിതമായ സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത്. അദ്ദേഹം ഒരിക്കലും വലിയ ഫിലോസഫി പറഞ്ഞില്ല, വലിയ തത്വശാസ്ത്രങ്ങളൊന്നും പറഞ്ഞില്ല. ചെറിയ ലളിതമായ കഥകൾ, രാമായണത്തിലെയും മഹാഭാരതത്തിലേക്ക് കഥകളൊക്കെ പറഞ്ഞ്, നമ്മുടെ നാട്ടിൽ നാടോടി കഥകളൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്നതന്നെ അദ്ദേഹം വളരെ കുറവായിരുന്നു. പക്ഷേ ഭക്ഷണം വളരെ കുറച്ചാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം, കോടാനുകോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന ഒരു ലോകത്ത് ഞാൻ മൃഷ്ടാന്നം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് തെറ്റാണ് എന്ന് കരുതുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു മഹാഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തെ ഞാനൊരു സാധാരണ പച്ചയായ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തെ ഈശ്വരനായിട്ട് കരുതി ആരാധിക്കുന്നവരും ഉണ്ടാകും. എനിക്കതിൽ അവരോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത് അവരുടെ വീക്ഷണമാണ്, അവരുടെ അനുഭവമാണ്. എനിക്ക് അദ്ദേഹത്തെ അനുഭവപ്പെടുന്നത് ഒരു വലിയ വിസ്മയമായിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഹൈന്ദവ ദർശനത്തിലേറെ അദ്ദേഹം ലോകത്തിലെ മറ്റെല്ലാ ദർശനങ്ങളെയും ഒരുപോലെ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും പങ്കിടുകയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളിലൊക്കെ ഞാൻ ഈ സർവ്വമതങ്ങളുടെയും ചിഹ്നങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ആ ആശ്രമത്തിൻ്റെ അത് ചെന്നാൽ നമുക്ക് ഒരു ആശ്രമ അന്തരീക്ഷം അവിടെ ഉണ്ട്. അവിടെ നമ്മൾ എന്താണോ അങ്ങനെ തന്നെ അവിടെ ചെല്ലാം, നമുക്ക് അങ്ങനെ തന്നെ അവിടെ കഴിയാം, അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം. ഒരിക്കലും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുകയോ അതിനെ എതിർക്കുകയോ അതിനെ വഴിമാറ്റാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ, വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ പോവാം, അവിടെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, പള്ളിയിലെ പ്രാർത്ഥന നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം അവിടെ ആശ്രമത്തിലുണ്ട്. ഒരിക്കലും നമുക്കതിനൊരു തടസ്സമൊന്നുമില്ല, എതിർപ്പില്ല. ഇനി നിങ്ങൾ വിശ്വാസി അല്ലെങ്കിൽ വേണ്ട, ഈ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾക്കും അവിടെ പോവാം. വന്നു, കണ്ടു, അവിടെയൊക്കെ കണ്ടു, ഇടപെട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ സേവനം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, എന്നിട്ട് തിരിച്ച് മാന്യമായിട്ട് വീട്ടിലേക്ക് പോവാം. ആർക്കും ഒരു എതിർപ്പുമില്ല. ഇനി അദ്ദേഹം ചികിത്സ മാത്രമല്ല, ഈ സൗജന്യമായി ചികിത്സ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ആശ്രമം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം വിദ്യാഭ്യാസം സൗജന്യമാണ്. അത് മതിയല്ലോ, വിദ്യയും ഫ്രീ ആണ്, അന്നം ഫ്രീ ആണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന, കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എല്ലായിടത്തും സൗജന്യമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് സായി ഗ്രാമമുണ്ട്. എനിക്കറിയാം, ആനന്ദ്കുമാർ സാറാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മുടെ കെ ജയകുമാർ IAS, ജയകുമാർ സാറ് ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഈ അടുത്ത കാലത്തല്ല 1-2 വർഷമായി അതിൻ്റെ റിവ്യൂ കാണാൻ ഞാൻ കലാഭവൻ തിയേറ്ററിൽ വിളിച്ചിട്ട് പോയിരുന്നു. സത്യം പറഞ്ഞ ആ നിമിഷങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നതിനെക്കുറിച്ച് ജയകുമാർ സാർ ഇറക്കിയത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്ന ആ സമയം കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല മാഷെ. കാരണം മനുഷ്യനെ ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദങ്ങളൊന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് സ്വീകരിച്ച് നിങ്ങളെന്താണോ അങ്ങനെ തന്നെ വരും, നിങ്ങൾ അങ്ങനെ തന്നെ മടങ്ങിപ്പോകും. നിങ്ങളുടെ ഉള്ളിലെ അഴുക്ക് പാപം ഒക്കെ കഴുകിക്കളഞ്ഞിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി നിഷ്കളങ്കമായി നിങ്ങൾ മടങ്ങിപ്പോകും. വളരെ ലളിതമാണ്. ഒരു ഒറ്റ ചോദ്യം കൂടി. ഈ ഇന്ത്യയിലെ എല്ലാ ആത്മീയ കേന്ദ്രങ്ങൾക്കും ഒരു സംഘ സ്വഭാവവും സമാജ സ്വഭാവവും അതിൻ്റെ ഓർഗനൈസിങ്ങിന് വേണ്ടി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സംഘടനാ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. സത്യസായി മഠത്തിന് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ? സംഘടനാ രൂപമുണ്ടോ? സംഘടനാ സംവിധാനം അവർക്ക് രാജ്യത്തെ നിയമം അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അദ്ദേഹം ഒരു തരത്തിലുള്ള കളങ്കവും കള്ളത്തരവും അദ്ദേഹത്തിൽ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടി ഞാൻ പറയാം. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം എത്ര 1000 കോടി രൂപയുടെ സ്വർണ്ണമാണ് ആശ്രമത്തിൽ കണ്ടെത്തിയത്. അദ്ദേഹം അതെല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം വരും തലമുറ, അദ്ദേഹം പറയുന്നത് ഇതെല്ലാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി, സേവനത്തിന് വേണ്ടി ഇതിനെ ഞാൻ മാറ്റിവെച്ചതാണ് എന്നാണ്.
അതൊക്കെ എല്ലാം സർക്കാരിന്റെ തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ കണക്കുകളിലുള്ളതാണ്. ചോദ്യം അപ്പോൾ ആ കണക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് സത്യസായി സേവാ കേന്ദ്രം, ഭജന മഠങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥാപനങ്ങളല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രദേശത്ത് സത്യസായി മഠവുമായിട്ട് സമീപിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആശുപത്രികളിൽ ചികിത്സ തേടാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? സേവാ സമിതികൾ നാട്ടിൽ, സായി സേവാ സമിതികൾ, അവരെ സമീപിച്ചാൽ മതിയാവും. അതിൽ അദ്ദേഹത്തിൻ്റെ സേവാ സമിതിയെ തന്നെ വേണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭക്തനെയോ അദ്ദേഹവുമായിട്ട് ആശ്രമവുമായിട്ട് അടുപ്പമുള്ള ഒരാളിനെയോ സമീപിച്ചാൽ മതി. ഞാൻ തന്നെ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പലരെയും ഈ നമ്മുടെ സായി ഗ്രാമം പോലെയുള്ള സ്ഥലത്തേക്ക് ഞാൻ തിരുവനന്തപുരത്ത് സായി ഗ്രാമം, അതുപോലെ മറ്റു പല, ഇപ്പോൾ സായി മധുവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്, അവരും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ, ദൈവത്തിന്റെ പേരിൽ ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളെ ഉപദ്രവിക്കാത്ത, അതെ, ഒരു വലിയ ആചാര്യനെ, ജനങ്ങളെ കൊള്ളയടിക്കാത്ത, പിരിവ് നടത്താത്ത, കൊള്ളയടിക്കാത്ത, ചൂഷണം ചെയ്യാത്ത, പറ്റിക്കാത്ത. മാഷെ, അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നാൽ ഈ സായി ഗ്രാമത്തിൽ പോലും എൻ്റെ അനുഭവം സൗജന്യമാണ് ഭക്ഷണം. എപ്പോൾ ചെന്നാലും അവിടെ വരുന്ന, അതായത് മുഴുവൻ പേർക്കും ഭക്ഷണം ഫ്രീ ആണ്, ആവശ്യമുള്ളവർ ചികിത്സ ഫ്രീ ആണ്, വിദ്യാഭ്യാസം ഫ്രീ ആണ്. ഈ സായി ഗ്രാമത്തിന് ഒരു കോളേജ് അനുവദിച്ചിട്ടുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അതായത് അവിടുത്തെ നിയമനങ്ങൾ ഫുള്ള് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തലവരിപ്പണം, മഹാത്ഭുതമാണ്. തലവരിപ്പണം കൊടുക്കണ്ട, സർക്കാർ തീരുമാനിക്കട്ടെ, PSC വഴി നിയമിച്ചോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല. PSC വഴി രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു എയ്ഡഡ് കോളേജിൽ അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ മാഷെ, അതൊരു അത്ഭുതമാണോ, വിസ്മയമാണോ? വിസ്മയം തന്നെയാണ് തീർച്ചയായിട്ടും. പുതിയ കാലത്തെ മഹാത്ഭുതമാണ് തീർച്ചയായിട്ടും. അത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിലെ പ്രചോദനമായി വർത്തിച്ച ഒരു ഭഗവാനാണ് സത്യസായി ബാബ എന്ന് പ്രേക്ഷകർ ഇനിയും അറിയാത്തവരറിയട്ടെ, വ്യക്തിയാണ്, അറിയട്ടെ. ഒരു മനുഷ്യ ശരീരം എടുത്ത് നമ്മുടെ ഇടയ്ക്ക് അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞു പോയി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ഊർജം ഇപ്പോഴും ഭൂമിയിലുണ്ട്. അതെ, അതിന്റെ ഒരു പച്ചയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്നു. ആ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആവശ്യക്കാർ അവരെ സമീപിക്കാനും കൂടി സന്മനസ് കാണിക്കാവുന്നതാണ്. ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും അവിടെ സ്വാഗതം. അവർ വേണ്ട സഹായം ചെയ്യും. നമുക്ക് ചികിത്സ വേണമെങ്കിൽ അത് നൽകും, വിദ്യാഭ്യാസം വേണമെങ്കിൽ അത് നൽകും. അവിടുന്ന് നമ്മളത് നേടിയിട്ട് തിരിച്ചിറങ്ങി നമ്മളെ കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അവർ നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. അത്തരം ദൈവ സന്ദേശങ്ങൾ ഭൂമിയിൽ ഇനിയും പരന്നുകൊണ്ടേയിരിക്കട്ടെ. അതെ, നന്ദി.